നമ്മുടെ നാട് നേരിടുന്ന നാനാതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ബദൽ എന്നുള്ള നിലയിൽ നിലപാടുകളെടുത്ത് പ്രാവർത്തികമാക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ഇന്ത്യയിൽ തന്നെ കേരളമാണ് ഒരു പുതിയ ബദൽ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്നത്. ഈ ബദൽ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ കേരളത്തിൽ UDFും BJPയും കൈകോർക്കുകയാണ്. ഇതെല്ലാം ജനങ്ങളിടയിൽ നല്ല നിലയിൽ തുറന്നു കാണിച്ച് ജനങ്ങളെ അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ അണിനിരത്തി മുമ്പോട്ട് പോവുക എന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നു. ജനങ്ങളോടുള്ള ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ സംവിധാനം താഴെ പഞ്ചായത്ത് വാർഡ് തലങ്ങളിലുള്ള സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തി യോജിച്ച പ്രവർത്തനങ്ങൾ കേരളത്തിലാകെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് നടത്തിയ യോഗത്തിൽ ചർച്ച നടത്തി തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. യോജിപ്പിൻ്റെ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തി ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത്. ജനങ്ങൾ നല്ല നിലയിൽ ഈ നിലപാടിനെ പിന്തുണയ്ക്കും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 2023, 22, 23 2023, 24 കേരളത്തിൻ്റെ മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് കേരളത്തിന് ആവശ്യമായ സ്പിരിറ്റും മദ്യവും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നുണ്ട്. അതിന് നേരത്തെ തന്നെ ശ്രമം നടങ്ങിയിരുന്നു. ഇപ്പം അത് കുറച്ചുകൂടി അത് ഗവൺമെൻറ്റിൻ്റെ ഭരണപരമായ നടപടിയുടെ ഭാഗമാണ്. അതാ നിലയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പല ആശങ്കകൾ ഇത് സംബന്ധിച്ച് ഉയർത്തി വന്നിട്ടുണ്ട്. കുടിവെള്ളത്തെ ബാധിക്കുമോ, കൃഷിയെ ബാധിക്കുമോ? ഒരു തരത്തിലും കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത നിലയിലായിരിക്കണം ഇതുപോലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. ഈ കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നത്തിൽ വ്യക്തത വരുത്തി മുമ്പോട്ട് പോവുകയാണ്.